സന്തോഷമുണ്ട്. നീതി ലഭിച്ചോ? നീതി ലഭിക്കും. As per FIR, she is an accused. പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സധൈര്യം ഞാൻ പ്രതിയല്ല, ഞാൻ തീർത്തും നിരപരാധിയാണ് എന്ന ഒരു പ്രസ്താവനയുമായിട്ട് ഒരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ അത് മൊബൈലിലേക്ക് എടുക്കണം. വെള്ളം ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബാത്റൂമിൽ ബക്കറ്റിലുണ്ട്. ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ഞാനത് കുടിച്ചില്ല. നമസ്കാരം. തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീയെ അതിദാരുണമായി മാനസികമായി പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ മാനസികമായി പീഡിപ്പിച്ച സംഭവം കേരളത്തെ തന്നെ ഞെട്ടിത്തരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഈ സ്ത്രീക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് KPCC പ്രസിഡൻ്റായ സണ്ണി ജോസഫ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. പേരെന്താ? പോലീസ് സ്റ്റേഷനിലെ വീടുകളിൽ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് കുടുംബം പുലർത്തുകയും 2 പെൺമക്കളെയും നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് പോലീസിൽ നിന്നുണ്ടായ വലിയ നീതി നിഷേധത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കഥയാണ് നമ്മൾ നേരിട്ട് ബിന്ദുവിൽ നിന്ന് തന്നെ ഇവിടെ കേൾക്കാനിടയായത്. ഞാൻ തിരുവനന്തപുരത്ത് വന്ന ഉടനെ സഹപ്രവർത്തകരും മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കി ബിന്ദുവിന് നേരെ ഉണ്ടായിട്ടുള്ള കള്ളക്കേസ്, മോഷണക്കേസിൽ ബിന്ദുവിനെ തെറ്റായിട്ട് പ്രതിയാക്കി. ഞാൻ FIR വായിക്കുകയായിരുന്നു. പ്രതിസ്ഥാനത്ത് ചേർത്തു. ഇവിടെ വീട്ടിൽ വന്നു, പരിശോധന നടത്തി, ഒന്നും കിട്ടിയില്ല. ബിന്ദുവിനെ വനിതാ പോലീസ് ദേഹപരിശോധന നടത്തി, ഒന്നും കിട്ടിയില്ല, മാല ഉണ്ടായിരുന്നില്ല. പോലീസിൽ വിളിച്ച സമയത്ത് തന്നെ ബിന്ദു ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. വനിതാ പോലീസ് ദേഹപരിശോധന നടത്തി, ഒന്നും ലഭിച്ചില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് നിരപരാധിത്വം വ്യക്തമാക്കി. എന്നാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ SI ചീത്ത വിളിച്ച വാക്കുകൾ അവർ പറയാൻ പ്രയാസമുണ്ടായി. നമ്മളാരും പറയാൻ നിർബന്ധിച്ചില്ല. വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പെൺമക്കൾ, അവരെയും അവഹേളിക്കുന്ന രൂപത്തിൽ, ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഈ കുടുംബത്തിനാകെ വലിയ പ്രയാസം. ആ മകളിപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടു. പോലീസിനെതിരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയൊരു കാര്യം വന്നാൽ ചെയ്യുന്നത് എന്താണ്? തിരുവനന്തപുരത്തുകാരിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഒരു പരാതി, വിശദമായൊരു പരാതി കൊടുത്തിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ബിന്ദു പ്രതിയായിട്ടാണ് ആ FIR കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ബിന്ദുവിൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് പോലീസ് കൊടുത്തിട്ടില്ല. കൊടുക്കണം. DGPക്ക് പരാതി കൊടുത്തു. ഈ തെറ്റായിട്ടുള്ള രൂപത്തിൽ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും അവഹേളിക്കുകയും മക്കളെ ഉൾപ്പെടെ കേസിലേക്ക് വലിച്ചഴക്കുകയും മക്കളെ കള്ളിയുടെ മക്കൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഭർത്താവിനും മക്കൾക്കെല്ലാം വലിയ മാനസിക പീഡനം ഉണ്ടാക്കുകയും ചെയ്ത ബിന്ദുവിന് ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. അവരെ നിലനിർത്തിക്കൊണ്ട് അന്വേഷിക്കുകയല്ല, അവരെ ഈ പദവിയിൽ നിന്ന്, ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി സത്യസന്ധമായൊരു അന്വേഷണം വേണം. ഇവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം കൊടുക്കണം. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബിന്ദുവിന് കൊടുക്കുകയാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം, ഈ അനീതി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാരിൻ്റെ 4ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള ബിന്ദുവിൻ്റെയും മക്കളുടെയും ഭർത്താവിൻ്റെയും എല്ലാം വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ആ ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തിക്കൊണ്ട് അന്വേഷിച്ചാൽ തെളിവ് നശിപ്പിക്കും. അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർക്കോ
അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനോ ആർക്കും തന്നെ ഒരു സാക്ഷി കൊടുക്കാനോ തെളിവ് കൊടുക്കാനോ കഴിയില്ല. അവിടെ നിന്ന് മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അന്വേഷിക്കണം. ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയമാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ബിന്ദുവിന് നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. ക്രൂരത എന്ന് ഞാൻ പറയുന്നില്ല, അനാസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ ചുമതലകളിലുള്ള വലിയ വീഴ്ചയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത് പരിശോധിക്കണം. ഈ പരാതി വന്ന് വായിച്ചു നോക്കാൻ തയ്യാറാണ്. ആ പരാതിയുടെ സ്വഭാവം മനസ്സിലാക്കി ഞാനിപ്പോൾ അതിൻ്റെ ചെറിയ രൂപത്തിൽ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന, ശശിക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന മലയാളത്തിലുള്ളൊരു പരാതിയാണ്. എൻ്റെ കൂടെ FIR ചേർത്തിട്ടുണ്ട്. അത് രണ്ടും വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാവും. ഒരു വീട്ടുജോലിക്ക് നിൽക്കുന്ന, അങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു പരാതിയുമായിട്ട് പോകണമെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ബിന്ദു. ആസ് പെർ FIR ഷീസ് ആൻ അക്യൂസ്ഡ്. പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സധൈര്യം ഞാൻ പ്രതിയല്ല, ഞാൻ തീർത്തും നിരപരാധിയാണ് എന്ന ഒരു പ്രസ്താവനയുമായിട്ട്, ഒരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ അത് മൊബൈലിലേക്ക് എടുക്കണം. കോടതിയിൽ പറയുന്ന പോലെയല്ല. സസ്പെൻഡ് ചെയ്തതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. FIR അടുത്ത നടപടി സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സസ്പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് അന്വേഷണത്തിനിടയിലുള്ള ഒരു ഇൻ്ററിം സത്യസന്ധമായ സുതാര്യമായ അന്വേഷണത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കണ്ടേ. നഷ്ടപരിഹാരം കൊടുക്കണം, ബിന്ദുവിന് നഷ്ടപരിഹാരം കൊടുക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒരുക്കണം. അതുകൂടി ആവശ്യപ്പെടുകയാണ്. ബിന്ദുവിൻ്റെ മനസ്സിൻ്റെ വേദനയിൽ, കുടുംബത്തിൻ്റെ വേദനയിൽ, മക്കളുടെ കണ്ണീരിൽ ഈ സമൂഹം ഒന്നാകെ ചേരുകയാണ്. ഗവൺമെൻറ് അത് കാണണം. മുമ്പ് ജോലിക്ക് നിന്ന വീടുകളിൽ നിന്നൊന്നും ഒരു പരാതി ഉണ്ടായിട്ടില്ല അവരെക്കുറിച്ച്. മുമ്പ് എത്രയോ വീടുകളിൽ അവർ ജോലിക്ക് നിന്ന്, ആ വീടുകളിൽ നിന്നൊന്നും ഇതുവരെ ഒരു പരാതിയും ബിന്ദുവിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. അതെങ്കിലും അന്വേഷിക്കണ്ടേ പോലീസ്. സന്തോഷമുണ്ട്. നീതി ലഭിച്ചോ? നീതി ലഭിക്കും. മാത്രം പോരാ, പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലീസുകാരനെയും സസ്പെൻഡ് ചെയ്യണം. കള്ളപ്പരാതി കൊടുത്തവർക്ക് നടപടി വേണം. സസ്പെൻഷൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേട്ടതിൽ സന്തോഷമുണ്ട്. SIയുടെ ഭാഗത്തുനിന്ന് വലിയ ക്രൂരമായ അനുഭവം ഉണ്ടായതായിട്ട് ബിന്ദു പറഞ്ഞിരുന്നു. കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഈ നിയമപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും, പരാതികളുമായി മുന്നോട്ട് പോയി തന്നെ ചെയ്യും. SIയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ബിന്ദു പറഞ്ഞിരുന്നു. എനിക്ക് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ അത്രയും ക്രൂരത ചെയ്തതിനോട് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആ പരാതിക്കാരി ഓമന ഡാനിയലും പ്രസിഡന്റ് എന്ന് പറഞ്ഞ SI വേറൊരു പോലീസുകാരൻ, വേറൊരു പോലീസുകാരൻ എനിക്ക് പേരറിയത്തില്ല. അയാളും ഇതേപോലെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നുണ്ട്. ഇനിയും 2 പോലീസുകാർ കൂടിയുണ്ട്. 2 പോലീസുകാർ കൂടിയുണ്ട്. SI മാത്രമല്ല, ഇനിയും 2 പേരും കൂടെ ഉണ്ട്. അവര് നടപടി എടുത്തേ പറ്റുള്ളൂ. എനിക്ക് നീതി കിട്ടണം. ഏറ്റവും ക്രൂരമായിട്ട് പെരുമാറിയ വേറെയും പോലീസുകാരുണ്ട്. പ്രസിഡന്റ് എന്ന് പറയണം എന്നെ ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യയുടെ മുക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ സാറാണ്. ഈ വെള്ളം ചോദിച്ചപ്പോൾ മോശമായിട്ടൊക്കെ സംസാരിച്ചു, അതേത് പോലീസുകാരൻ? അതേ പ്രസിഡന്റ് എന്ന് പറയുന്ന സാറാണ്. ഞാൻ പോലീസുകാരൻ വെള്ളം ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബാത്റൂമിൽ ബക്കറ്റിലുണ്ട്. ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ഞാനത് കുടിച്ചില്ല. ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ച് ഇതുവരെ ഉണ്ടായി.